ഇന്നത്തേത് ഒരു കേരള സ്റ്റൈൽ രസം റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കണ്ടു നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നിവേദാസ് കിച്ചൺ കോർണർ. ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പുളി 1 നെല്ലിക്ക വലുപ്പത്തിലുള്ളത്, തക്കാളി 2 എണ്ണം, വെളുത്തുള്ളി 10 അല്ലി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരൽപ്പം, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, മല്ലി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉലുവ ചെറിയ കഷ്ണം, വെള്ളം 3 കപ്പ്, കറിവേപ്പിലയും മല്ലിയിലയും ആവശ്യത്തിന്. അപ്പോൾ ഓക്കെ, മൺചട്ടിയിലാണ് രസം തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് വെള്ളത്തിലാണ് പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മല്ലിയും കുരുമുളകും ജീരകവുമാണ്. മല്ലിയും കുരുമുളക് 1 ടേബിൾ സ്പൂൺ വീതവും ജീരകം 1 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3ഉം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആദ്യം നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം മാത്രം വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം വെളുത്തുള്ളി നന്നായിട്ട് അങ്ങ് അരിഞ്ഞു പോവും. അപ്പോൾ അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരൊറ്റ അടിയിൽ വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. അതുകൂടി ഇതിലേക്ക് ചേർത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർക്കാനുള്ളത് കായാണ്. അപ്പോൾ കായത്തിൻ്റെ കഷ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയാണെങ്കിൽ അതായാലും മതി. അതിനുശേഷം സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു താളിപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് രസം. എന്നാൽ എരിവും പുളിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ രസം മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് കൂടി റെഡിയാക്കി ഒന്ന് ചേർത്ത്. അപ്പോൾ താളിപ്പിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം രസത്തിൻ്റെ പരിപാടി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള രസം തയ്യാറാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Dear friends, your comments are valuable, so please താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളത് അറിയിച്ചേക്കണം. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരും വരേക്കും. ബൈ.